ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്നത്തെ വീഡിയോ പറയുന്നത് സ്കൂളും മദ്രസും ഒന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്, ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ എന്തായാലും മനസ്സിലാവും ഇന്നലത്തതാണ് ശനിയാഴ്ചത്താണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മുന്നത്തെയൊക്കെ കാണുന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേഗം മനസ്സിലായിക്കോളും. സ്കൂളും മദ്രസും ഒന്നും ഇല്ല കേട്ടോ. സ്കൂളിനൊക്കെ ഒരു മഴ കാരണം പൊതു അവധി പ്രഖ്യാപിച്ചതാണല്ലോ. മദ്രസ് പിന്നെ നമുക്ക് റേഞ്ചാണ് കേട്ടോ, അതുകൊണ്ട് മദ്രസും ഇല്ല. നമുക്ക് ഇവിടേക്ക് അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വലിയ ഒരു കാര്യമായിട്ടുള്ളൊരു മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കണമുണ്ട് ഈ അധികം മഴ ഇല്ലാത്തപ്പോഴാണല്ലോ ഈ ഒരു ലീവ് വരുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ മക്കളോട്. പക്ഷേ വേറെ എവിടേക്കെങ്കിലുമൊക്കെ നല്ലോണം മഴ ഉണ്ടാവും, നമുക്കിവിടെ ഇല്ലാത്തത് നോക്കണ്ട. നമുക്ക് ഇങ്ങോട്ട് വെച്ചാലില്ലേ മഴ വന്നാൽ പിന്നെ അങ്ങോട്ട് നിൽക്കൂല കേട്ടോ. അങ്ങനെയാണ് പെയ്യൽ. എന്താ പറയുക, വൈകി വന്നാൽ അതൊരു വരുത്തയക്കും എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ വലിയ തിരക്കോട് കൂടിയിട്ടൊന്നും ഇന്ന് പണികളൊന്നും തീർക്കണില്ല. പണികൾ എടുക്കുന്നുണ്ട്, പക്ഷേ ചടപടേന്നുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇക്കാക്കായാലും മക്കൾക്കായാലും എവിടെയും പോകാനൊന്നുമില്ല. എല്ലാവരും ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഉണ്ടായിനി കേട്ടോ. എല്ലാവരും വീട്ടിലുള്ളൊരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്ര തിരക്ക് പിടിച്ച് ഞാൻ പണികൾ തീർത്താലും ആ ഒരു പണികൾ തീർന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. വീണ്ടും അവിടെ ഇവിടെ വലിച്ചിട്ടിട്ടും ഇതാക്കിയിട്ടും കുട്ടികളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ 100 വട്ടം അടിച്ചു വാരേണ്ടി വരും. എന്താ പറയുക, ഒതുക്കേണ്ടി വരും, വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിനനുസരിച്ചൊക്കെ അങ്ങനെ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ മെല്ലെ അങ്ങനെ എടുക്കുന്നുണ്ട്. മക്കൾസൊക്കെ എണീച്ച് വരുന്നേ ഉള്ളൂ. മദ്രസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഐറ്റകൾ അങ്ങനെ കടന്നിട്ടുണ്ട് കേട്ടോ. ഇക്ക പിന്നെ രാവിലെ എണീച്ചിട്ട് നടക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും ഉള്ള പോലെ തന്നെ സ്കൂളില്ല മദ്രസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങൂല കേട്ടോ. രാവിലെ എനിക്ക് ആ ഒരു ശീലം ഇഷ്ടമല്ല. ഞാൻ ഒരു 6 മണി 6:30 ആ ഒരു സമയത്ത് തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് തന്നെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം പോയി ഞാൻ കിടക്കും. ഇന്ന് അതിനും സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അറിയാലോ എന്തായിരിക്കും പുരയത്തെ കഥ എന്നുള്ളത്. അപ്പോൾ അതാട്ടോ ഇന്ന് ഞാൻ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീഫ് തീരുന്നതിന് മുന്നേ പൊറോട്ടയും കറിയാക്കാം, അതുപോലെ എല്ലും കപ്പയും ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി. അപ്പം എല്ലും കപ്പയും നാളെ ഉണ്ടാക്കാം, ഇന്ന് പൊറോട്ടയും ചുടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് എണീച്ച് വന്നപാട് തന്നെ ഞാൻ ഇറച്ചിയെടുത്ത് ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് ലാസ്റ്റത്തതാണ്. ഇനിയിപ്പം കുറച്ച് എല്ല് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇറച്ചിയൊക്കെ ഇന്നത്തോടു കൂടെ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ എന്താ പറയുക, ഞാൻ സാധാരണ വെക്കും പോലെ പൊടികളൊക്കെ ചൂടാക്കി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഐസ് വിടാൻ കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട തക്കാളി, ഉള്ളി, പച്ചമുളക്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉലുവ, ഉപ്പ്, വേണ്ട പൊടികളൊക്കെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ എല്ലാം വേണ്ടതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കുകയാണ്. അപ്പം രാവിലത്തേക്ക് പൊറോട്ടക്കൊന്നും അല്ല കേട്ടോ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് പുരയിലുണ്ട്. അപ്പോൾ അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ പണികൾ, ഈ അടുപ്പിൻ്റെ അടുത്ത പണികളൊക്കെ തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ തേങ്ങാച്ചോറും ബീഫ് എന്തായാലും കറി ഉച്ചക്കത്തേക്ക് കൂടെ ഒക്കെ കണക്കാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ബീഫും പിന്നെ ബീഫ് കറിയും തേങ്ങാച്ചോറും പരിപ്പ് തേങ്ങ അരച്ചതും പിന്നെ ഇതാ പയറെടുത്ത് കൊടുത്തിട്ടുണ്ട്. പയറുപ്പേരി പപ്പടവും പൊരിക്കാൻ വിചാരിച്ചിട്ടാണ്. എല്ലാവരും മിക്ക മക്കളൊക്കെ പുരയിലുള്ളപ്പോഴാണ് ഞാൻ അധികം രാത്രിയാണ് എല്ലാവരും വീട്ടിലുണ്ടാവാറും. ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, വലിയ സ്പെഷ്യൽ എന്നല്ല, എന്നാലും ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ രാത്രിക്കേക്കാണ് അധികം ആക്കുക. ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, പകൽ തന്നെ എല്ലാവരും ഉണ്ട്. ഇക്കുണ്ട്. ഇക്ക അങ്ങനെ ഈ പകലൊന്നും പുരയിൽ അങ്ങനെ ഉണ്ടാവലില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിന് കേട്ടോ ഇന്ന് ഉച്ചക്കേക്ക് തേങ്ങാച്ചോറാക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം കറികളും കാര്യങ്ങളും ഉപ്പേരിയും എല്ലാം അങ്ങോട്ട് ആക്കി വെക്കാം, എന്നിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരടുപ്പിൽ ബീഫ് വേവുന്നുണ്ട്, ഇപ്പുറത്ത് കുക്കറിൽ ഞാൻ വേഗം പരിപ്പ് തക്കാളിയും അതുപോലെ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരിപ്പ് കറീൻ്റെ റെസിപ്പി പറയുമോ എന്ന് വരെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പം ആരെങ്കിലും അറിയാത്തവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളവിടെ എങ്ങനെയാണ് വെക്കുക അവിടെ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഓരോരോ സ്ഥലത്ത്. നമ്മൾ വിചാരിക്കുക അതൊക്കെ ഇപ്പോൾ ആർക്കും അറിയാത്തത്, ചിലപ്പം അതും അറിയാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതൊരു കാര്യവും ഞാൻ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ വലിയ കുക്കിങ്ങുകാരോ അല്ലെ വലിയ കുക്കിംഗ് ചാനലോ വീഡിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ.
നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ 10ൽ ഒരാൾക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്തു. തേങ്ങ അരച്ചിട്ട് പരിപ്പറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ വേഗം പയറും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി കൊടുന്നു. അതിലേക്ക് ഞാനൊരു ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും പയറും കൂടെ ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതും ഒന്ന് ഉപ്പേരിയാക്കി എടുക്കുന്നുണ്ട്. പയറുപ്പേരിയും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കറിയിലേക്ക് ചിരണ്ടിയ തേങ്ങയിൽ നിന്ന് കുറച്ച് ഞാൻ ഉപ്പേരിയിലേക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണല്ലോ നമ്മൾ ഉപ്പേരിക്കൊക്കെ തേങ്ങയൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇക്കാക്കൊക്കെ ഏത് ഉപ്പേരി വെക്കുകയാണെങ്കിൽ അതിൽ തേങ്ങ ഇട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഉപ്പേരിയിലേക്കും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ കറി പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ഒന്ന് വറവിട്ടെടുക്കുകയാണ്. എനിക്കങ്ങനെ ഈ ഒരു പരിപ്പ് തേങ്ങ അരച്ചതിനോട് വലിയൊരു പരിപ്പ് കറിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് താളിച്ചതാണ് ഇഷ്ടം. പരിപ്പ് താളിക്കൂല, നമ്മൾ തേങ്ങ അരക്കാതെ താളിക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ തേങ്ങാച്ചോറിന് എന്തായാലും പരിപ്പ് തേങ്ങ അരച്ച കറിയും അതുപോലെ ബീഫ് വരട്ടും പിന്നെ പപ്പടം പൊരിച്ചത് അതൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഇനി ഏത് ടേസ്റ്റ് ഇല്ലാത്തതിനും ഒരു പ്രത്യേക ഭംഗിയും ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാട്ടോ ഞാൻ ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പരിപ്പിൻ്റെ കറി അടുപ്പിൽ നിന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളെ ബീഫ് ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ വരട്ടൊന്നുമല്ല കേട്ടോ ആക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ പൊറാട്ടയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനേക്കുള്ളൊരു കറിയും കൂടെ കണക്കാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് കറി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നത്. വല്ലാണ്ട് വരട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഞാൻ വേറൊരു സാലന പോലെയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. ഈ ഒരു കറി തന്നെയാണ് തേങ്ങാച്ചോറിന്. പിന്നെ ഇതിമെന്ന് ചാറ് തീർന്നാലും മറ്റേ പരിപ്പാറി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ ഒക്കെ ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ ഞാനൊന്ന് കറിയും വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തിളച്ച് വന്നപ്പോൾ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കാൻ കേട്ടോ. അതൊരു ടേസ്റ്റാണല്ലോ, വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇതാട്ടോ അതും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിയും ഉപ്പേരിയും അതുപോലെ ഇനിയിപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ അടുപ്പിൻ്റെ അടുത്തത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താ പറയുക, ഈ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് തീർത്തിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. ഇക്കയും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ടി വരില്ല കേട്ടോ. കുട്ടികളെക്കാട്ടിയും കഷ്ടമാണെന്ന് ഞാൻ ചിലപ്പോൾ പറയും. അങ്ങനെ വലിച്ചു വാരി ഇടുന്നല്ല, എന്നാലും ഞാൻ വേഗം അങ്ങോട്ട് തുടച്ചിട്ടാൽ പിന്നെ അവിടെ ചവിട്ടല്ലേ ഇവിടെ ചവിട്ടല്ലേ വലിച്ചിടല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ. എനിക്കങ്ങനെ വീട് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പെരങ്ങിക്കൊണ്ട് നിൽക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വൃത്തിയാക്കലും ഒതുക്കലും അങ്ങനത്തെ പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാട്ടോ നൂൽ പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ ടൗണിൽ പോയപ്പോൾ സാധനം വാങ്ങിയത് കൂടുതൽ നൂൽ പൊറോട്ടേൻ്റെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടില്ല, സാധാ പാക്കറ്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ ചുടുന്നുണ്ട്. ഇത് അവിടെ ഒരുത്തൻ ഇത് അടിക്കാനായിട്ട് കയ്യും കഴുകി വന്ന് നിൽക്കുന്നതായിരുന്നു കേട്ടോ. ഓനത് അടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി ഞാൻ ചുടുന്നത് നോക്കിയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓനക്ക് അങ്ങോട്ട് കൊടുത്തതാണ് കേട്ടോ. പൂതി അങ്ങോട്ട് മാറട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ചുട്ടു കൊടുത്തു. ഇവിടെ പൊറോട്ട അടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ചൂടോടെ ചുടുന്നതിനനുസരിച്ച് മക്കൾക്ക് അങ്ങനെ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം ചുട്ട് വെച്ച് ചൂട് അണിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും ഇക്കയും വന്നിട്ടുണ്ട്. അപ്പോൾ നാസിമോൻക്ക് ഞാൻ ഫസ്റ്റത്തെ ചുട്ട് കൊടുത്തു കേട്ടോ. ഓനക്ക് അത് ഒരു പകുതി തിന്നിട്ട് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എല്ലാം മേശമ്മ തന്നെ കൊണ്ടുവച്ചു. എല്ലാവരും ഉള്ളപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ചായ കുടിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇവിടെ അടുക്കളയിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് കുടിക്കും. അതുപോലെ രാവിലെ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ അടുക്കളയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുക. എല്ലാവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലായിടത്തും മേശമ്മ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എണീച്ചു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ചോറ് ഉച്ചക്കത്തേക്കും രാത്രിക്കേക്കും കൂടെ കണക്കാക്കി വെക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ അടിച്ചുവാരലും തുടക്കൽ പാത്രം കഴുകൽ അങ്ങനത്തെ എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് ലാസ്റ്റ് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. റേഷൻ അരിയും കൊണ്ടാണ് തേങ്ങാച്ചോറാണ് എളുപ്പത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം ഒതുക്കി പെറുക്കലും വൃത്തിയാക്കാനും അങ്ങനെയൊക്കെ നിന്നു. അപ്പോൾ അകവും റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി അടിച്ചു വാരി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു അടുക്കളയിൽ പിന്നെ കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ. ഇവിടുന്ന് കുറേ പാത്രങ്ങളൊക്കെ പെറുക്കി അപ്പുറത്തേക്ക് കഴുകുന്നിടത്തേക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇതിൻ്റെ മേലേക്ക് വലിഞ്ഞു കയറി അവിടെ സാധനങ്ങൾ വെച്ചത് ഒക്കെ എന്തോ ഒരു വലിച്ചു വാരി ഇട്ടിട്ട് ഇവിടുന്ന് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു വൃത്തികേട് പോലെ തോന്നുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കളയാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനതൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കും കേട്ടോ. മൊത്തത്തിൽ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇടയിൽ കൂടെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ എല്ലായിടത്തൊന്നും നമ്മൾ കൈ എത്തുകയാണെന്നുണ്ടെങ്കിൽ
എന്താ പറയുക ഒരു നീറ്റായിട്ട് കിടന്നോളും. പിന്നെ ഷെഡ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വൃത്തിക്കുറവ് ഉണ്ടാവും കേട്ടോ. ഷെഡാകുമ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് മരങ്ങളും അതും ഇതും തൂണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൽ നിന്നുള്ള പൊടിയും കാര്യങ്ങളും അതുപോലെ മാറാല ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ ആയിട്ട് ആ ഒരു രീതിയിലുള്ള വൃത്തിക്കുറവ് ഉണ്ടാവുക എന്നല്ലാതെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കലുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയുക ചെറിയ ചെറിയ രീതിയിൽ ടിപ്പ് പോലെ പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ വൃത്തിയാക്കി പിന്നെ എല്ലായിടത്തും വീണ്ടും മൊത്തത്തിൽ വൃത്തിയാക്കി അടിച്ചു വാരി ഇട്ടു. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാനുള്ള തുണികൾ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഷീനിൽ ഉണക്കിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആറിടൽ. മഴയും പിന്നെ ചാറലും അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പിന്നെ മെഷീനിൽ ഞാൻ മൊത്തത്തിൽ ഉണക്കി എടുത്തിട്ട് തന്നെയാണ് പിന്നെ ആറിയിടൽ കേട്ടോ. പിന്നെ കല്ലിൽ അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ഞാൻ പുറത്തുനിന്ന് അലക്കി ഇട്ടിട്ടുണ്ട്. തുണികളും ആറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ബാക്കിയുള്ള പണികൾ കഴിച്ചിട്ടുണ്ട്. അവിടെ പുറത്ത് ഓരോരോ പണിയിലാണ് കേട്ടോ. നമ്മൾ പറമ്പിൽ വാഴ നട്ടിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉള്ള ചാലും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. മഴക്കാലമായാൽ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ, കൈക്കോട്ടും എടുത്ത് ഇറങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ. മുറ്റത്താണെങ്കിൽ ഫുള്ള് ചെറിയ ഒരു കുറച്ച് മഴ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കൊക്കെ നമ്മളെ മുറ്റം വീണ്ടും ആദ്യത്തേതുപോലെ തന്നെ പുല്ലും കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ വട്ടം മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു വയലിൻ്റെതായിട്ടുള്ള ആ ഒരു ഭാഗമായിട്ടുള്ള സ്ഥലം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. അത് ചെത്തിയിട്ടും പറിച്ചിട്ടും മരുന്നടിച്ചിട്ടൊന്നും ഒരു ഉളുപ്പില്ല എന്ന് പറഞ്ഞ പോലെ. എന്തായാലും ഇനിയിപ്പോൾ ഒരു വെയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഓരോരോ ഭാഗം കുറച്ചെങ്കിലുമൊക്കെ വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതും ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സമയം എത്തണം കേട്ടോ. നമുക്ക് എന്തിനും നമുക്കൊന്ന് തോന്നണമല്ലോ. ഇനിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ അത് ചെയ്യണം എന്ന് കുറേ ദിവസം മുന്നേ ഒന്ന് വിചാരിക്കാൻ തുടങ്ങണം കേട്ടോ. ആ ഒരു വിചാരണയൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ ഞാനത് ചെയ്യുക. പിന്നെ ഇതാട്ടോ തീയൊക്കെ കത്തിച്ച് ഞാൻ തേങ്ങാച്ചോറിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് നോക്കിക്കണേ. നിച്ചുമോള് ഞാവൽ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് വരെ ഞാൻ കഴിക്കാത്ത സാധനമാണ്, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ ഞാവലിനോട് എന്തോ മക്കൾക്കും വരെ എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല മധുരമുണ്ട്, ഒന്ന് തിന്നോക്കുന്നൊക്കെ പറയും എന്നോട്. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമല്ല കേട്ടോ അത്. പക്ഷേ കാണാനൊക്കെ നല്ല രസമാണ്, മുന്തിരി പോലെയൊക്കെ. അപ്പോൾ അതൊന്നും ഓടിപ്പോയി വീഡിയോ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഒരു തിന്ന് തീർക്കണതിന് മുന്നേ വീഡിയോ എടുക്കാൻ ഓടിയതാണ്, ചെമ്പും അടുപ്പത്ത് വെച്ചിട്ട്. പിന്നെ ഇതാട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അടുപ്പത്തു നിന്ന് തന്നെയാണ് കേട്ടോ ഒന്ന് ആക്കണത്. 2 നേരത്തെ കൂടെ ഒക്കെ ആക്കുമ്പോൾ ഞാൻ പിന്നെ ചെമ്പിലാക്കാൻ വിചാരിച്ചു. എളുപ്പത്തിലൊക്കെ ആകുമ്പോൾ വേഗം കുക്കറിൽ അങ്ങോട്ട് ആക്കിയെടുക്കും. അപ്പോൾ അതാ തേങ്ങാച്ചോറിൻ്റെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റെസിപ്പി പറഞ്ഞു പോവാണ്. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസിൽ മുന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ തപ്പിപ്പിടിച്ച് വരണ്ട, അന്ന് ഉണ്ടാക്കുന്നത് അങ്ങോട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, അതിലേക്ക് വലിയ ഉള്ളി, പിന്നെ ജീരകം, കുറച്ച് തേങ്ങ, പട്ട, ഗ്രാമ്പു, ഏലം ഒക്കെ കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയിൽ നല്ലോണം ഒന്ന് തേങ്ങയും ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. വലിയ ജീരകമാണ് കേട്ടോ നമ്മൾ ഇടേണ്ടത്, ചെറിയ ജീരകമല്ല. അപ്പോൾ അതെല്ലാം കൂടെ എണ്ണയിലൊന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ ഞാൻ ഈ ഒരു പാട്ടക്ക് ഒരു പാട്ട അരിയാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പം അതിന് 1.5 പാട്ടം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. ഇനി റേഷൻ അരിയിൽ തന്നെ അധികം കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണെന്നുണ്ടെങ്കിൽ 1:1 വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും 1.5 പാട്ട വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വെള്ളം ഒക്കെ ഒഴിച്ച് ചോറിനുള്ള പരിപാടി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം നല്ലോണം തിളച്ച് വന്നാലൊന്ന് അരി ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇട്ടാൽ നമ്മൾ ചോറ് അവിടെ നിന്ന് ആയിക്കോളൂ. ഈ തേങ്ങാച്ചോറിനൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ പരിപാടി കഴിയും കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അത് ഇളക്കി കൊടുക്കലും ദമ്മിടലൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാതും ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഉള്ള ഒരു തിരക്കും പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കറണ്ടൊക്കെ പോയിട്ട് പിന്നെ ക്ലിയർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു, ഞങ്ങളിതാ ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.